യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ജെസ്സി, എൻ്റെ സ്ഥലം ആമ്പല്ലൂർ. ഞാൻ എൻ്റെ സഹോദരന് വേണ്ടിയാണ് സാക്ഷ്യം നൽകുന്നത്. എൻ്റെ സഹോദരന് തുടർച്ചയായി എന്നും പനിയും ചുമയാണ്. എന്നും ഹോസ്പിറ്റലിൽ പോയി മരുന്നും ഗുളിയും മേടിച്ച് കഴിക്കും, ഒരു കുറവുണ്ടാവില്ല. അങ്ങനെ ഇത് ഒരു മാറ്റം വരാതെ ഞങ്ങൾ അവൻ്റെ താഴെ സഹോദരനോട് പറഞ്ഞു ഇവനെ മാറ്റി കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവനെ ജൂബിലിയിൽ കൊണ്ടുപോയി. അവിടെയും 2 പ്രാവശ്യം പോയി അഡ്മിറ്റാവും, മരുന്ന് കഴിക്കും, ഒരു കുറവുമില്ല. അങ്ങനെ പിന്നെ അവിടെ നിന്നും ഞങ്ങൾ മാറ്റി. ഞങ്ങൾ രാജഗിരിയിലാണ് പിന്നെ പോയത്. അവിടെ ചെന്നും 2-3 പ്രാവശ്യമൊക്കെ അവിടെ കിടക്കും, അവിടെ നിന്ന് ടെസ്റ്റുകൾ ചെയ്യും, ഒന്നും പറയില്ല. ഇവനാണെങ്കിൽ കഴുത്തിന് തൊട്ട് കാലിൻ്റെ അടി വരെ ഇങ്ങനെ അവിടെ ഇവിടെയും മുഴകളാണ്. അങ്ങനെ രാജഗിരിയിൽ നിന്ന് മുഴയെടുത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു, ക്യാൻസറാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല, ശരീരത്തിൽ മൊത്തം വ്യാപിച്ചു. ക്യാൻസറിൽ ഏറ്റവും പൊട്ട ക്യാൻസറാണ്, ലിഫാമിയാണ് ക്യാൻസർ എന്ന് പറഞ്ഞു. അവിടുന്ന് ഇവൻ്റെ മൂത്ത സഹോദരനും താഴെയുള്ള അനിയനും കൂടിയാണ് ഇവനെ കൊണ്ടുപോയത്. അവർ ഞങ്ങൾക്ക് വിളിച്ച് പറഞ്ഞു ക്യാൻസറാണെന്ന് പറഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു, ശരീരത്തിൽ മൊത്തം വ്യാപിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാടാ, ഒന്നും ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് പോകുന്നു. ഞങ്ങൾ പിന്നെ അന്ന് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തില്ല. അവിടെ നിന്ന് പോകുന്നു. ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു നമുക്ക് ജെറുസലേമിൽ പോകാമെന്ന് പറഞ്ഞു. പട്ടത്തച്ഛനെയും കാനാട്ടച്ഛനെയും സിജോച്ചനെയും കണ്ടു, പ്രാർത്ഥിച്ചു. ഇവനെന്ന് വെച്ചാൽ വയറ്റിൽ നിന്ന് പോകാണ്ട് വയറ് വീർപ്പ് മുട്ടി ഇരിക്കണം ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ. അങ്ങനെ അച്ഛൻ മരുന്നൊക്കെ പറഞ്ഞു ഇവിടുന്ന് പ്രാർത്ഥിച്ചൊക്കെ പോയി. കാനാട്ടച്ഛൻ പറഞ്ഞു ആരാധനയിൽ പങ്കെടുക്കാൻ. അപ്പോൾ ഞങ്ങൾ ഓൺലൈനിൽ ഞങ്ങൾ സഹോദരന്മാരൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ രാജകീയിൽ തന്നെ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഹിമ ചെയ്ത് നോക്കാം, ഞങ്ങളൊന്നും ഉറപ്പ് തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 8 ഹിമ പറഞ്ഞു. അങ്ങനെ ഹിമ ആരംഭിച്ച് ഹിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2 പ്രാവശ്യം കാനാട്ടച്ചൻ വിളിച്ച് പറഞ്ഞു എസ്തഫാനോസിനെ ഈശോ അനുഗ്രഹിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ച് ഇവൻ്റെ മാമോദിസ പേരാണ് എസ്തഫാനോസ് എന്ന്. അപ്പോൾ തന്നെ ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ച് ഈശോയെ എൻ്റെ സഹോദരൻ്റെ പേരാണ് വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ്റെ 8 ഹിമയും കഴിഞ്ഞ് ഇവൻ്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ ഡിസംബർ 10-ാം തീയതി റിസൾട്ട് വന്നു. ക്യാൻസറുടെ ഒരു അംശവും ഇവനില്ല എന്ന് വിളിച്ച് പറഞ്ഞു. യേശുവേ നമുക്ക് നന്ദി പറയാം.